അള്ളാഹു പറഞ്ഞു, മനുഷ്യരെ പോലെ തന്നെ ചിന്താശക്തിയും ഹൃദയവും കണ്ണും കാതുമൊക്കെ നമ്മുടെ ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കാത്ത സൃഷ്ടിജാലങ്ങളായ ജിന്ന് പിശാചുക്കൾക്കുണ്ട്. സൂറത്തുൽ അഅറാഫിലെ ഒരു ആയത്തിൽ സാധാരണ നാം ഓതാറുള്ള ഒരു ആയത്താണല്ലോ, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജഹന്നമിന് വേണ്ടി നാം ഒരു വിഭാഗം ജിന്നുകളെയും മനുഷ്യരെയും ഒരുക്കിയിരിക്കുന്നു. ജഹന്നമിന്റെ നരകത്തിന്റെ വക്താക്കളായി ഒരു വിഭാഗം മനുഷ്യരും ജിന്നുകളുമുണ്ട് അള്ളാഹു പറയുകയാണ്. ആ ജിന്ന് മനുഷ്യ വിഭാഗത്തിനെന്താ പ്രശ്നം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. ആ ജിന്ന് വർഗത്തിനും മനുഷ്യവർഗത്തിനും ഹൃദയമുണ്ട്, വേണ്ടത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അവർക്ക് കാണാൻ കഴിവുള്ള കണ്ണുകളുണ്ട്, പക്ഷേ വേണ്ടത് അവർ കാണുകയില്ല എന്ന് മാത്രം. അവർക്ക് ശ്രവണ ശക്തിയുള്ള കാതുകളുണ്ട്, ചെവികളുണ്ട്, പക്ഷേ നല്ലതൊന്നും അവർ കേൾക്കില്ല എന്ന് മാത്രം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മെപ്പോലെ തന്നെ ചിന്തിക്കാനും കാണാനും കേൾക്കാനും ഒക്കെ ജിന്നുകൾക്കും പിശാചുക്കൾക്കും സാധിക്കുമെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. നരകത്തിന്റെ അവകാശികളായ ജിന്നുകൾ, സ്വർഗീയ അവകാശികളായ ജിന്നുകൾ, മുസ്ലിം ജിന്നുകൾ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച കുറ്റവാളികളായ ജിന്നുകൾ പറഞ്ഞത് തന്നെ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വഅന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂൻ. ജിന്നുകളുടെ സംസാരം അല്ലാഹു അങ്ങനെ തന്നെ ഉദ്ധരിച്ചിരിക്കുകയാണ്. വഅന്നാ മിന്നൽ മുസ്ലിമൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, അനുസരണശീലമുള്ളവരുണ്ട്. വമിന്നൽ ഖാസിതൂൻ, ദ്രോഹികളായ അക്രമികളായ ജിന്നുകളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല സഹോദരന്മാരെ, മനുഷ്യരായ നാം അന്യോന്യം സഹായ സഹകരണങ്ങൾ ചെയ്യുന്നത് പോലെ, സഹായിക്കുന്നത് പോലെ ജിന്ന് വർഗവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. മാത്രമല്ല ജിന്നുകൾ മനുഷ്യരെയും സഹായിക്കുന്നു. ജിന്നിന്റെ സ്വാധീനമുള്ള വ്യക്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേൾക്കുമ്പോഴേക്ക് നമ്മുടെ സഹോദരിമാര് ഓടുകയാണ് അങ്ങോട്ട്. ജിന്നിന്റെ കഴിവുള്ള ആള്, ജിന്ന് സഹായിക്കുന്ന വ്യക്തി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഖുർആനും ഹദീസും വെച്ച് നാം പരിശോധിച്ചാൽ അത് ഉള്ളതാകുന്നു. പക്ഷേ എന്താ പ്രശ്നം? ഇതിൽ 90% തിന്മയായിരിക്കും ഉണ്ടാകുക. എന്തുകൊണ്ട്? ജിന്നിനെ സ്വാധീനിച്ച മനുഷ്യൻ, ജിന്നിനെ കീഴ്പ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്ന, ചികിത്സ നടത്തുന്ന ആൾ 90% അബദ്ധങ്ങളിലും കുറ്റങ്ങളിലും സമൂഹത്തെ കൊണ്ടെത്തിക്കും. എന്തുകൊണ്ട്? ജിന്ന് വർഗത്തിന്റെ പൈതൃകം തന്നെ നാശമാണല്ലോ, കുതന്ത്രമാണല്ലോ. ജിന്ന് വിഭാഗത്തിന്റെ പിതാവാര അബുൽ ജാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹ്, അല്ലേ? ജിന്ന് വർഗത്തിന്റെ പിതാവ് ഇബ്ലീസാണ്. ഉപ്പാന്റെ സ്വഭാവം മക്കൾ കാത്തു സൂക്ഷിക്കും. നമ്മുടെ ഉപ്പാര ആദം നബി അലൈഹിസ്സലാം, അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, നല്ല ആളാണ്. അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്ന സൃഷ്ടിയാണ് ആദം നബി അലൈഹിസ്സലാം. പക്ഷേ ജിന്ന് വർഗത്തിന്റെ പിതാവോ ശപിക്കപ്പെട്ട, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഓടിക്കപ്പെട്ട ഇബ്ലീസാണ്. എന്നാലും സഹായിക്കുമെന്ന വസ്തുത മുസ്ലിങ്ങളായ ചില ആളുകളെ മുസ്ലിം ജിന്നുകൾ സഹായിക്കാറുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കഥയിൽ പറഞ്ഞതുപോലെ കാഫിറുകളായ ആളുകളെ കാഫിർ ജിന്നുകൾ സഹായിക്കാറുണ്ട്. ഇതും ഹദീസ് തെളിവാണ്. കാഫിറുകളായ ആളുകളെ ഞാൻ നേരത്തെ കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ ജ്യോത്സ്യമഠങ്ങളിൽ സഹായത്തിന് വരുന്നത് കാഫിർ ജിന്നുകളാകുന്നു, ശൈത്താന്മാരാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹാ ഖാലത്, മഹദി പറയുകയാണ്, സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉനാസുൻ,
ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് കയറി വന്നു. അവിടെ നബിയുണ്ട്. ആ ആളുകൾ കയറി വന്നിട്ട് അവർ ചോദിച്ചത് അനിൽ കുഹാൻ, ജ്യോത്സ്യന്മാരെ കുറിച്ചാണ് ആ സംഘത്തിന്റെ ചോദ്യം. നബിയെ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ധാരാളം ജ്യോത്സ്യന്മാരുണ്ടല്ലോ നബിയെ, എന്താ അവരുടെ അവസ്ഥ? ആയിഷ ബീവി പറയാ, ഞാൻ ശരിക്ക് ചെവി വട്ടം പിടിച്ചു നിന്നു. എന്താണ് പറയുന്നത് കേൾക്കണമല്ലോ. ഇതൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തി മുസ്ലിം ലോകത്തിന് കൈമാറി കിട്ടിയതുകൊണ്ടാണല്ലോ. ആയിഷ ബീവിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്, ഈ ഹദീസ്. ഞാൻ ശ്രദ്ധിച്ചു നോക്കി, ഈ സംഘം വന്നിരിക്കുന്ന സംഘം ചോദിക്കുന്നത് അനിൽ കുഹാൻ, ജ്യോത്സ്യന്മാരെ കുറിച്ചാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഈ സംഘത്തോട് അവരുടെ ചോദ്യത്തിന് മറുപടി എന്നോണം പറഞ്ഞു, ലൈസൂ ബിശൈ, അവരൊന്നുമല്ല. ലൈസൂ ബിശൈ എന്നാ പറഞ്ഞ, അവരൊന്നുമല്ല, ഒരു വസ്തുവുമല്ല. ജ്യോത്സ്യന്മാർ ഒന്നുമേ അല്ല എന്നുള്ള മറുപടി ആ സംഘത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തപ്പോൾ ഫഖാലൂ യാ റസൂലല്ലാഹ്, മറുപടി കേട്ട സംഘം നബിയോട് വീണ്ടും ചോദിച്ചു, അല്ലയോ നബിയേ, ഇന്നഹും യുഹദ്ദിസൂനനാ അഹ്യാനൻ ബിശൈഇൻ ഫയകൂനു ഹഖ്ഖാ, ജ്യോത്സ്യന്മാർ ഒന്നുമേ അല്ല, അവരൊരു സംഗതിയേ അല്ല എന്ന് അങ്ങ് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. നബിയേ, ഇന്നഹും യുഹദ്ദിസൂനനാ അഹ്യാനൻ ബിശൈഇൻ, പല കാര്യങ്ങളും നേർക്കുനേർ ഞങ്ങളുടെ പ്രദേശങ്ങളിലും നാടുകളിലുമുള്ള ജ്യോത്സ്യന്മാർ ഞങ്ങളോട് പറയാറുണ്ട് നേർക്കുനേർ. ഇന്നഹും, ആ ജ്യോത്സ്യന്മാർ, യുഹദ്ദിസൂനനാ അഹ്യാനൻ, പല കാര്യങ്ങളും ഞങ്ങളോട് നേർക്കുനേരെ പറയാറുണ്ട്. കഴിഞ്ഞുപോയ സംഭവങ്ങൾ, വർത്തമാനകാലത്തുള്ള സംഭവങ്ങൾ, ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ വരെ ജ്യോത്സ്യന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് നബിയേ. ഫയകൂനു ഹഖ്ഖാ, അവകളൊക്കെ തന്നെ യാഥാർത്ഥ്യങ്ങളായി പുലരുന്നുണ്ട് നബിയേ. ഒന്നുമല്ല ഞങ്ങളോട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ചില അനുഭവമൊക്കെ ഉണ്ട്. എന്താ അനുഭവം? ചില കാര്യങ്ങൾ ഞങ്ങളുടെ നേരെ നോക്കി അവർ പറഞ്ഞാൽ അത് പകൽ വെളിച്ചം പോലെ പുലരാറുണ്ട് നബിയേ. ആ സമയത്ത് നബി തങ്ങൾ അതങ്ങനെ യാദൃച്ഛികമായി വന്നതാകാം. ഇന്നത്തെ മോഡേണിസ്റ്റുകൾ, ബുദ്ധിജീവികൾ പറയാറുണ്ടല്ലോ, യാദൃച്ഛികമായി ഒന്നങ്ങനെയും കിടന്നു, ഒന്നിങ്ങനെയും കിടന്നു. അതല്ല മറുപടി പറഞ്ഞത്. നബിയെ, ജ്യോത്സ്യന്മാർ ചില യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞു തരാറുണ്ടല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദൈവീക സന്ദേശങ്ങൾ ആവശ്യത്തിന് അവതീർണമായി കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബ്, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അഭിപ്രായം പ്രകടിപ്പിക്കാത്ത അള്ളാഹുവിന്റെ റസൂൽ, ഇവരുടെ ഈ സംസാരത്തിന് മറുപടിയായി പറഞ്ഞു, ലാക്കൽ കലിമത്തു മിനൽ ഹഖ്, ആ പറയുന്നത് സത്യം തന്നെ. ഏത് പറയുന്നത്? ചില കാര്യങ്ങൾ അവർ പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് പുലരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ലാക്കൽ കലിമത്തു മിനൽ ഹഖ്, അവരാ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ചക്കയിട്ടപ്പോൾ മുയലിന് കിട്ടിയതല്ല. ലാക്കൽ കലിമത്തു മിനൽ ഹഖ്, ഹദീസ് അറബി പഠിച്ചവർക്ക് അർത്ഥറിയാം. അവരാ പറയുന്ന കാര്യങ്ങൾ ഹഖിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ യഖ്തഫുഹൽ ജിന്നിയു ഫയഖുറുഹാ ഫീ ഉദ്നി വലിഹി ഫയഖ്ലിതു മഅഹാ മിഅത കൽബത്തിൻ, അവർ കാര്യം പറയാത്തത് കൊണ്ടല്ല അവരെടുത്ത് പോകരുത് എന്ന് പറഞ്ഞത്. അവരൊരു സംഗതിയല്ല, അവരൊന്നുമല്ല എന്ന് പറഞ്ഞത്. അവർ ചില കാര്യങ്ങൾ പറയില്ല എന്ന രീതിയിലല്ല, അവർ ചില കാര്യങ്ങളൊക്കെ പറയും. എങ്ങനെ പറയുന്നത്? അത് വിവരിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ്. എങ്ങനെയാണ്? യഖ്തഫുഹൽ ജിന്നിയു, നേരത്തെ ഖുർആനോദി നമ്മൾ പറഞ്ഞല്ലോ, ചില ജിന്നുകൾ വാനലോകത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും യോഗം കൂടുന്നതും അതിന്റെ ചാരത്ത് പോയി നിന്ന് കട്ട് കേൾക്കും എന്ന് ഖുർആൻ പറഞ്ഞത് ഞാൻ ഓതി പറഞ്ഞല്ലോ. ഈ മാലാഖമാർ ഭൂമിയിൽ നാളെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജിന്നിയെ പോയിട്ട് കട്ട് കേൾക്കും. ഏത്? ശൈത്വാൻ. കട്ട് കേട്ടിട്ട് എന്താ ചെയ്യാ? അത് യാഥാർത്ഥ്യമായിരിക്കുമല്ലോ. അള്ളാഹുവിന്റെ ഭടന്മാരാകുന്നു മാലാഖമാർ. ഈ ഭടന്മാർ കാര്യങ്ങൾ സംസാരിക്കുമ്പോ അവരിൽ നിന്ന് കട്ടുകേട്ട പിശാചുക്കൾ ആ ശൈത്വാന്റെ ഔലിയയായ ഈ ജ്യോത്സ്യന്റെ ചെവിയിൽ ഓതിക്കൊടുക്കും. ഇതാ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട്, ഓതിക്കൊടുക്കും. അപ്പൊ യാഥാർത്ഥ്യാണ്.
മാത്രല്ല അവിടെയല്ല പ്രശ്നം, ഫയഖ്ലിതൂന മഅഹാ മിഅത കൽബത്തിൻ. ഈ യാഥാർത്ഥ്യങ്ങൾ പിശാചുക്കളിൽ നിന്ന് ഗ്രഹിച്ച കേട്ട ജ്യോത്സ്യൻ എന്ത് ചെയ്യും? ആ ഒരു സത്യത്തോടൊപ്പം 100 കളവ് മിക്സ് ചെയ്യും, കൂട്ടും. 100 കളവ് കൂട്ടിക്കുഴച്ചിട്ട് അത് സമൂഹത്തിന് വിളമ്പും. എന്താ കാരണം? അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരാളൊരു പണിക്കരടുത്ത് പോയി. എന്തിനാ പോയത്? ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് നടക്കണം. അപ്പൊ അത് നടക്കുവോ നടക്കൂലേ എന്ന് അറിയും വേണം. നടക്കൂല എന്നുണ്ടെങ്കിൽ അത് നടത്തി തരും വേണം. ഇതിനു വേണ്ടിയാ പോകുന്നത്. അവിടെ ചെന്നപ്പോ ഈ ചങ്ങാതി നോക്കിയിട്ട്, അപ്പൊ ശൈത്താൻ ഒരു പക്ഷേ ഓതി കൊടുക്കും. വിവരമുണ്ടെങ്കിൽ, ശൈത്താൻ അറിവുണ്ടെങ്കിൽ, അറിയില്ലല്ലോ, ശൈത്താൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. അപ്പൊ ശൈത്താൻ പറഞ്ഞു കൊടുത്തത്, ഉദാഹരണം നടക്കൂല എന്നാണെങ്കിൽ ഈ ശൈത്താൻ മനുഷ്യൻ ഒരിക്കലും നടക്കൂല എന്ന് പറയില്ലല്ലോ. കാരണം നടക്കൂല എങ്ങാതി എന്ന് പറഞ്ഞ് പിരിച്ചു വിട്ടാ ഇത് കിട്ടൂല്ലോ, ഇത് കിട്ടൂല. അപ്പൊ എന്ത് വേണം? ഒരു 100 കളവ് കൂട്ടണം. സംഭവം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു 5000 രൂപ ചിലവഴിക്കാൻ തയ്യാറായാൽ നമുക്ക് നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിലാണ്ട് വീണു പോകും. ഇങ്ങനെ യാഥാർത്ഥ്യങ്ങൾ, അള്ളാഹുവിന്റെ വിധി എന്ന് പറയുന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം മലക്കുകളിൽ നിന്ന് കട്ടുകേട്ട് ചോർത്തിയെടുത്ത് അതോടൊപ്പം 100 കളവുകൾ ചേർത്തി സമൂഹത്തിന് വിളമ്പുന്ന ഒന്നുമല്ലാത്ത, ഒരു സംഗതിയുമല്ലാത്ത വിഭാഗമാകുന്നു ജ്യോത്സ്യന്മാർ. അപ്പൊ അവർക്കൊന്നുമില്ലല്ലോ. ജ്യോത്സ്യന്മാർക്ക് വല്ലതും ഉണ്ടോ? അവർ ഈ ശൈത്വാന്മാരെ സ്വാധീനിച്ച് പൂജിച്ചു എന്നുള്ള ശിർക്ക് ചെയ്തത് ഒഴിച്ചാൽ അവർക്കൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ജിന്ന് പിശാചുക്കൾക്ക് ഗൈബ്, അദൃശ്യമായത് അറിയില്ല എന്ന് പറഞ്ഞല്ലോ ഖുർആൻ ഓതി. അപ്പൊ ഒരു സുഹൃത്ത് പ്രസംഗിച്ച് റൂമിലേക്ക് പോകുന്ന വഴി പിറകെ വന്ന് ചോദിച്ചു, അല്ല ഉസ്താദെ, ഇപ്പൊ ഭൂമിയുടെ അടിത്തട്ടിലുള്ള കാര്യം, സമുദ്രത്തിന്റെ അടിഭാഗത്തുള്ള കാര്യം, 10,000 കിലോമീറ്റർ അകലെയുള്ള കാര്യം പിശാചുക്കൾ അല്ലെങ്കിൽ പിശാചിന്റെ വക്താക്കൾ പറയുന്നുണ്ട്. അത് ഉസ്താദ് പറഞ്ഞു, അതൊക്കെ അവിടെ പെട്ടെന്ന് എത്താവുന്നത് കൊണ്ടാണ്, അവർക്ക് ദൂരം പ്രശ്നമല്ല. എന്നാൽ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ജ്യോത്സ്യന്മാർ പറയുന്നുണ്ടല്ലോ കറക്റ്റായിട്ട്. അപ്പൊ അവർക്ക് ഗൈബ് അറിയണ്ടേ? അദൃശ്യമായത് അറിയണ്ടേ? അദൃശ്യമായത് അവർക്കറിയില്ല. അവർക്കറിയുന്നത് ഈ രീതിയിലാണ്. മലക്കുകളിൽ നിന്ന് കട്ട് കേൾക്കുന്നത് പിശാചുക്കൾ ജ്യോത്സ്യന്മാരിലേക്ക് എത്തിച്ചു കൊടുത്ത് അങ്ങനെ കേട്ടത് മാത്രമേ അവർക്ക് പറയാനൊക്കുകയുള്ളൂ, ഗൈബ് അറിയുകയില്ല. അതോടൊപ്പം തന്നെ മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, രോഗം ഭേദമായി എന്നതുകൊണ്ട്, ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫലം കിട്ടി എന്നതുകൊണ്ട് ഒരു കാര്യം ഹലാലായി കൊള്ളണമെന്നില്ല. അവിടെ പോകാൻ എന്തേ കാരണം? കാര്യം കിട്ടി. ആ കേന്ദ്രത്തിൽ പോവാൻ എന്തേ കാര്യം? എവിടെയും സുഖാകാത്ത രോഗം അവിടെ സുഖമായി എന്നതുകൊണ്ട് പരിശുദ്ധ ദീൻ അത് ഹലാലാക്കുന്നില്ല. ഹലാലായി നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യരുത്. ഒരു സഹോദരന് സന്താന ഭാഗ്യം ഉണ്ടായില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. ലോകത്ത് കണ്ടതും കേട്ടതുമായ എല്ലാ ഡോക്ടർമാരെയും സമീപിച്ചു, ഗൈനക്കോളജിസ്റ്റുകളെ സമീപിച്ചു, എല്ലാ സ്ഥലത്തും പോയി, രണ്ടാൾക്കും കുഴപ്പമില്ല, ടെസ്റ്റിലൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ കുഞ്ഞുണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾക്കൊരു നല്ല ചിന്ത തോന്നിയത്, ഒരു ഹജ്ജിന് പോയി കളയാം. അങ്ങനെ ഹജ്ജിന് പോകാൻ നേർച്ചയാക്കുകയും വാർദ്ധക്യ സമയത്ത് സന്താന സൗഭാഗ്യമുണ്ടായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത ദർശനങ്ങളുമായി ബന്ധപ്പെട്ട ചില അമലുകളുമായി അയാൾ ബന്ധപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ പരിഭാവനമായ ചര്യയിലെ ചില അമലുകളുമായി ആ മനുഷ്യൻ ബന്ധപ്പെട്ടു, ഹജ്ജ് ചെയ്തു. കഅബ മന്ദിരത്തിന്റെ കില്ല പിടിച്ച് നാഥനോട് കെഞ്ചി യാചിച്ചു, പൊട്ടിക്കരഞ്ഞു, പടച്ചവനെ എനിക്ക് കുഞ്ഞിനെ വേണം, ഇതൊരു തെറ്റല്ലല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചല്ലോ, അതുകൊണ്ട് എനിക്കൊരു വാരിസ് വേണം, അനന്തരക്കാരൻ വേണം എന്ന് പറഞ്ഞ് കഅബയുടെ അടുത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്ന മാബൈന ഖബരി വ മിംബരി അവിടെ പോയി ഒക്കെ ദുആ ചെയ്തു. ഇയാള് നാട്ടിൽ വന്നു, വർഷങ്ങൾ കഴിഞ്ഞു, കുഞ്ഞുണ്ടായില്ല. അങ്ങനെ നിരാശനായിരിക്കുമ്പോഴാണ് ഒരു അമുസ്ലിം സുഹൃത്ത് എന്ന് പറഞ്ഞത്, അല്ലേ അങ്ങാതി, ഒരു കാര്യം ചെയ്യ്, എന്റെ അനുഭവത്തിലൊക്കെ ധാരാളം ഫലം കിട്ടിയിട്ടുണ്ട്, ഗുരുവായൂരിൽ പോയി ഒരു തുലാഭാരം നടത്തിയാൽ എന്താ, കുഞ്ഞുണ്ടാകും, എനിക്കറിയാം, ധാരാളം ആളുകൾക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇവങ്ങനെ ചിന്തിച്ചു, വലിയ സ്ഥലമുള്ള കഅബ, അവിടെ പോയിട്ടും കൂടി ഉണ്ടായില്ല, ഇപ്പൊ തേങ്കി ഇത് ഒന്ന് നോക്കുക എന്നും കരുതി ഗുരുവായൂരിൽ പോയി തുലാഭാരം നടത്തി. പിറ്റത്തെ മാസം ഭാര്യ പ്രഗ്നന്റ്. ഭയങ്കര അത്ഭുതം. അപ്പൊ എന്താ, പെട്ടെന്ന് ഗർഭിണിയായി. ഈ ഒരു സംഭവം കൊണ്ട്, ഈ ഒരു ഫലം കിട്ടി എന്നതുകൊണ്ട് ഹജ്ജ് തെറ്റും തുലാഭാരം ശരിയുമാവോ? ആവില്ല. ഇതെന്തെങ്ങനെ വന്നത്? പിശാചിന്റെ ചൂണ്ടയാണത്, പിശാചിന്റെ ചൂണ്ടലാണ്. പിശാചിന്റെ ചൂണ്ടയിൽ, ആ കൊളുത്തിൽ അവൻ ഇരകോർത്തിരിക്കുന്നത് സന്താന സൗഭാഗ്യമാണ്. എന്തേ? പിശാചിന്റെ ചൂണ്ടയിൽ ഇരയായി കോർത്തിരിക്കുന്നത് തുലാഭാരം നടത്തി കിട്ടിയ സന്താനമാണ്, സന്താന സൗഭാഗ്യം.
ആ ഇര കൊളുത്തിയിട്ട് നരകത്തിലേക്കുള്ള കൊളുത്തിങ്ങട്ട് ഇട്ടപ്പോ ഒരൊറ്റ കടി കിട്ടി, ഇര കിട്ടി, കുഞ്ഞിനെ കിട്ടി. പക്ഷെ ഇതുകൊണ്ട് പിന്നെ കേട്ടാ വലിച്ചു പോകുന്നത് നരകത്തിലേക്കാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഫലം കിട്ടും എന്നതുകൊണ്ട് ഒരു കാര്യം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി വിവരിച്ച രീതിയിൽ മാത്രമേ ഏത് ചികിത്സയും നടത്താവൂ. നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ജിന്ന് മനുഷ്യനെ സഹായിക്കും, സത്യവിശ്വാസികളെ സഹായിക്കുന്ന ജിന്നുകളുമുണ്ട്. പക്ഷെ അത് വളരെ കുറവാകുന്നു. അത്തരം കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ സഹോദരിമാരെന്ന് ഏതായാലും പറഞ്ഞു വിടരുത്. പുരുഷന്മാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി പോയി നോക്ക്. ഒരു 100-ൽ 5% ചിലപ്പോൾ ശരിയായി എന്ന് വരും. നിങ്ങളിപ്പോ ഇത് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നിട്ടോ. ഈ മുസ്ലിയാർ ഈ ജിന്നും ശൈത്താനും കൂടോത്രും മന്ത്രമൊക്കെ പാടെ പറഞ്ഞ് ഈ ജനങ്ങൾക്ക് ഈ അന്ധവിശ്വാസം എന്തോരം നല്ല കാര്യം സംസാരിക്കാണ്ട്. എന്തിനാ ഇത് പറയുന്നത്? ഞാൻ ഇത് ഇത്ര റിസ്ക് പിടിച്ച് എന്തിനാ പറയുന്നത് അറിയോ? നിങ്ങളൊക്കെ പാടെ നാളെ തൊട്ട് ആശുപത്രി പ്രസ്ഥാനമൊക്കെ അവസാനിപ്പിച്ച് നൂലും മന്ത്രേറ്റ് ഇരിക്കാനല്ല. അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോത്സാഹനം നൽകാനും അല്ല. അതൊരു തൊഴിലാക്കുന്നതിനോട് എനിക്ക് ഏതായാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് തെറ്റാണ്. ഇത് ഈ നൂലും മന്ത്രം ഇങ്ങനെ തൊഴിലാക്കിയതിന് ഫീസ് ആ രീതി ഏതായാലും നല്ലതല്ല. അത് വളരെ മോശമായ രീതി തന്നെയാണ്. അത് തുറന്നു പറയുന്നതോടൊപ്പം ഇത് ഇത്ര ഊന്നി പറയാനുള്ള കാരണം എന്താ? നമ്മുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഈ മോഡേണിസ്റ്റ് ചിന്താഗതി കയറി വന്ന് എനിക്കിപ്പോ കുറെ സമ്പാദ്യമൊക്കെ ഉണ്ട്, പണമൊക്കെ ഉണ്ട് കയ്യിൽ, പിന്നെ ഞാൻ വിദ്യാസമ്പന്നനാ, അതോടൊപ്പം ഞാൻ സംസ്കാര സമ്പന്നൻ കൂടിയാ, അതുകൊണ്ട് എന്റെ ഈ സംസ്കാരം ഒന്ന് ഇസ്ലാമിന്റെ രീതിയിലൊന്ന് കൊണ്ടുവന്നാൽ എന്താ? അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പഴഞ്ചൻ നമ്മുടെ വീട്ടിലെ വാപ്പായുടെ വാപ്പയൊക്കെ പറഞ്ഞു തന്നെ ആ ഒരു ഇത് അത് ശരിയല്ലല്ലോ. അതുകൊണ്ടൊരു കുറച്ചൊരു മാറ്റം, കാലികമായ മാറ്റം ഇസ്ലാമിലും കിടക്കട്ടെ എന്ന് ചിന്തിച്ച് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ അബദ്ധങ്ങൾ വിളിച്ചു പോവാൻ തുടങ്ങി. യാഥാർത്ഥ്യങ്ങളെ നിരാകരിക്കാനും നിഷേധിക്കാനും തുടങ്ങി. ഇങ്ങനെ ഖുർആൻ മന്ത്രിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ശൈത്താനും ജിന്നും അതൊന്നും ഒരു സംഭവമല്ല, അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. ഇത് ഈ ബുദ്ധിജീവികളും നിരീശ്വരവാദികളും പറയുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിലെ മുസ്ലിങ്ങളിൽ ചില ആളുകൾ പറയാൻ തുടങ്ങി. മുസ്ലിയാരിന് എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനതിൽ വിശ്വസിക്കൂല. ചില ആളുകൾക്ക് അങ്ങനെ മുൻകൂർ മുസ്ലിയാർ പറഞ്ഞാൽ വിശ്വസിക്കണ്ട, കാരണം അത് വിശ്വസിക്കാൻ കൊള്ളൂല ചിലപ്പോ. പക്ഷെ ഖുർആനും ഹദീസും അത് പറയുന്നത് അംഗീകരിക്കണമല്ലോ, അത് നാം വിശ്വസിക്കണമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യങ്ങളെ പുച്ഛിച്ചു തള്ളാതിരിക്കാൻ, പരിശുദ്ധ ദീന് വിവരിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളെ നിഷേധിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവങ്ങൾ പറയുന്നത്. ഉള്ള കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് നിന്റെ മോഡേണിസം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയാൽ ഒരു പക്ഷേ കുഫറിൽ ചെന്നെത്താൻ അത് കാരണമാകും, നിന്റെ ഈമാൻ തകരാൻ കാരണമാകും എന്നുള്ളത് കൊണ്ടാ പറയുന്നത്. അല്ല നിങ്ങളെ അന്ധവിശ്വാസികളാക്കാനല്ല. ശൈത്താനും ജിന്നൊക്കെ ഉണ്ട്, പക്ഷെ മുസ്ലിങ്ങൾക്ക് അതൊന്നും ഒന്നുമല്ല. റസൂലുള്ള ജ്യോത്സ്യന്മാരെ പറഞ്ഞത് പാമ്പായാലും സർപ്പായാലും ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതാണല്ലോ, ശൈത്താനാണെങ്കിലും രക്തരക്ഷസാണെങ്കിലും എന്താണെങ്കിലും ഈമാൻ, ഹൃദയത്തിലുള്ള ഈമാനാകുന്ന വജ്രായുധം കയ്യിലേന്തുന്നവന് ഒന്നൊരു വിഷയമല്ല എന്ന് കരുതിയിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂ. എന്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, ആധുനിക സജ്ജീകരണങ്ങളുണ്ട്, അത്യാധുനിക ആയുധങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്, എന്നിട്ട് ഒന്നുമില്ലാത്തൊരു സാധു വന്ന നീ ശത്രു അല്ല, നീ വരുന്നല്ല എന്ന് പറയാൻ പറ്റുമോ? നീ ശത്രുവാണ്, നീ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രതിരോധിക്കാൻ മാർഗമുണ്ട്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉള്ളതിനെ നാം ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജിന്ന് എന്ന് പറയുന്നത് പിശാചുക്കൾ മനുഷ്യനെ ഉപദ്രവിക്കും. ഏതെല്ലാം രീതിയിൽ? സാമ്പത്തികമായി പിശാച് ഉപദ്രവിക്കും, ശാരീരികമായി ഉപദ്രവിക്കും, മാനസികമായി ഉപദ്രവിക്കും. ഞാൻ ഈ വിഷയം നോക്കി ഒരു മലയാളത്തിൽ പരിഭാഷ എഴുതിയ ഒരു ഖുർആൻ പരിഭാഷ വായിക്കാനിടയായി ഈ കഴിഞ്ഞ ആഴ്ച. അപ്പൊ തഫ്സീറുകൾ, ധാരാളം തഫ്സീറുകൾ ഉണ്ട്. അതേ കൂട്ടത്തിൽ നമ്മുടെ മോഡേണിസ്റ്റുകളുടെ തീരുമാനം എന്താണെന്നും കൂടി അറിയണമല്ലോ. എല്ലാം നമ്മൾ വായിച്ചറിയണമല്ലോ, ഒന്നും വായിക്കാൻ പാടില്ല, വെക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വായിച്ചപ്പോ അതിലുണ്ട് ഒരു സംഭവം എഴുതി വെച്ചിട്ടുള്ളത്, പിശാചുക്കൾക്ക് മനുഷ്യനിൽ ദുർമന്ത്രം ഓതാൻ മാത്രമേ കഴിയൂ. മനുഷ്യന്മാരിൽ ഒസ്വാസ് ഉണ്ടാക്കാൻ മാത്രമേ ശൈത്താന് കഴിയുള്ളൂ. വേറെ ദേഹോപദ്രവം ഏൽപ്പിക്കാനും മാനസികമായി ബുദ്ധിമുട്ടിക്കാനും ഒന്നിനും പിശാചിന് കഴിയൂല. അത് ഖുർആന്റെ എതിരല്ലേ? ഈ ജിന്നുകൾ ചെയ്ത വേലകളും അവർ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ രാജസദസ്സിലുണ്ടായിരുന്ന അവർ പ്രവർത്തിച്ച പ്രവർത്തികളും അവരുടെ ദുഷ്ടലാക്കുകളും അവരുടെ കുതന്ത്രങ്ങളും, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്തിന്റെ സമയത്ത് വരെ അള്ളാഹ് എന്താ പറഞ്ഞത്? കിടന്നു മരിക്കല്ലേ, കാരണം അവർ പാഠം പഠിക്കൂല, അതുകൊണ്ട് നിന്ന് വടിയിൽ ചാരി നിന്ന് മരിക്കാനാണല്ലോ പറഞ്ഞത്. ഈ സംഭവങ്ങളൊക്കെ മനുഷ്യന്റെ ഈ ജീവിതത്തിന് സാരമായ സ്വാധീനങ്ങൾ, ചില കാര്യങ്ങൾ ഇവർ നടത്തുമെന്നതിന് വ്യക്തമായ തെളിവാണല്ലോ. ഇതെങ്ങനെ നമ്മൾ അവഗണിക്കുക? അതുകൊണ്ട് ഖുർആന്റെ പരിഭാഷ എഴുതിയാലും എന്തിന്റെ പരിഭാഷ എഴുതിയാലും ഖുർആനിനെതിരെ ഖുർആൻ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ നരകത്തിന്റെ സീറ്റ് ഉറപ്പിച്ചോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ചില ഉപദ്രവങ്ങൾ പിശാച് നിമിത്തമായി, പിശാചല്ല. ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? ഭക്ഷണം കഴിച്ച വയറ് നിറയില്ല. ഞാൻ പറയുന്നു, അള്ളാഹ് നിറച്ചാലേ നിറയുള്ളൂ. ചില ആളുകൾക്കുണ്ടല്ലോ അതിനെതിരായിട്ട് എന്തോരം കഴിച്ചിട്ടും വിശപ്പ് മാറുന്നില്ല. എന്നിട്ട് ഡോക്ടർമാരുടെ അടുത്ത് പോയി എനിക്കറിയാം അങ്ങനത്തെ ആളുകളെ. അപ്പൊ സബബുണ്ടായി എന്നതുകൊണ്ട് മാത്രം കാര്യം സംഭവിക്കില്ല. കത്തി കൊണ്ട്, മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇറച്ചിയിൽ ഇങ്ങനെ അമർത്തി മുറിച്ചു കഴിഞ്ഞാൽ മുറിയണല്ലോ. പക്ഷെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കഴുത്ത് മുറിഞ്ഞിട്ടില്ലല്ലോ, ഇല്ലല്ലോ. അങ്ങനെ സബബുമായി ബന്ധപ്പെടുത്തി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റൂല. എന്നാലും സബബിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കും. എല്ലാം ഉണ്ടാക്കുന്നത് അള്ളാഹു ആണെങ്കിലും ചില സബബ്, ഈ സബബ് എന്ന കൂട്ടത്തിൽ പിശാച് കാരണമായി വരും. മാനസിക അസ്വാസ്ഥ്യത്തിന് പിശാച് കാരണമായി വന്നേക്കാം. ശാരീരിക കുഴപ്പങ്ങൾക്ക് പിശാച് കാരണമായി വന്നേക്കാം. വരില്ല എന്ന് പറയരുത്, വന്നേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോലും ശക്തനായ മല്ലനായ ഇഫ്രീത്ത് വന്ന സംഭവം ബുഖാരി ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞയാഴ്ച പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നമസ്കാരത്തിന് ഭംഗം വരുത്താൻ വേണ്ടി കരുത്തനായ ഒരു ജിന്ന് കയറി വന്നപ്പോ അവനെ ഞാൻ ഒതുക്കി, അള്ളാഹു അവനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നു, ഞാൻ അവനെ പിടിച്ച് കെട്ടിയിടട്ടെ എന്ന് തോന്നി. മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താൻ എങ്ങനെ പിടിച്ച് കെട്ടുക? എന്നിട്ട് പറഞ്ഞു, നേരം പ്രഭാത സമയത്ത് നിങ്ങളൊക്കെ പള്ളിയിൽ വരുമ്പോ നഗ്നനേത്രം കൊണ്ട് അവനെ കാണാൻ പാകത്തിൽ ഞാൻ ബന്ധിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ടായത് കൊണ്ട് ഞാൻ ചെയ്തില്ല. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സാധനമായി പ്രത്യക്ഷപ്പെടുമ്പോ അത് വസ്വാസ് ഉണ്ടാക്കുന്ന ജന്തുവല്ലല്ലോ. മാത്രമല്ല സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. عن ابي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم, നബി തങ്ങൾ പറയുകയാണ്, ഇന്ന അദുവല്ലാഹി ഇബ്ലീസ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇന്ന അദുവല്ലാഹി ഇബ്ലീസ്, അല്ലാഹുവിന്റെ ശത്രുവായ പിശാച്, ജാഅ ബിശിഹാബിൻ മിന്നാർ, ഒരു അഗ്നിയുടെ ഉണ്ടയുമായി വന്നു, ഒരു തീക്കൂട്ടവുമായി വന്നു. അങ്ങനെ ഒരു തീയുണ്ടയുമായി എന്റെ അടുത്ത് വന്നു. ലിയജഅലഹു ഫീ വജ്ഹി, എന്റെ മുഖത്തേക്ക് ആ തീയുണ്ട എറിയാൻ വേണ്ടി. ഇതൊക്കെ ആലങ്കാരികമായ ചില പ്രയോഗങ്ങളാകുന്നു. ഇതിന്റെയൊക്കെ ഉള്ളിൽ ചില പൊരുളുകളുണ്ട്. അങ്ങനെ പിശാച് വരുന്നില്ല. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുത്തൂടെ കൗമിന്? എന്തിനാ ഈ മനുഷ്യനെ ഇടങ്ങാറാക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നതും പരിശുദ്ധ ഖുർആൻ സാഹിത്യ സമ്പുഷ്ടമാണ്. എന്നാലും ഖുർആനെ നിങ്ങൾക്ക് എളുപ്പാക്കി തന്നിട്ടുണ്ട്. ഇതൊന്നും നിന്റെ ബുദ്ധി കൊള്ളൂലോ, അതുകൊണ്ടൊന്നും കിട്ടൂല. അങ്ങനല്ല, ഓരോരുത്തരുടെയും പാത്രത്തിന്റെ അളവിനനുസരിച്ച് ആ ഖുർആനിൽ നിന്ന് നമുക്ക് വാരിയെടുക്കാം, നമുക്ക് മുക്കിയെടുക്കാം, കോരിയെടുക്കാം. കിട്ടൂല എന്ന് പറയാൻ പറ്റൂല. എന്നാ പിന്നെ ഈ ഭാഷ, തിരിയുന്ന ഭാഷ പറഞ്ഞൂടെ? അവർക്ക് തിരിയുന്ന ഭാഷയിലാ പറഞ്ഞത്. ഇങ്ങനെ തീയുണ്ടയുമായി ഒരു പിശാച് എന്റെ അടുത്ത് വരികയും ലിയജഅലഹു ഫീ വജ്ഹി, എന്റെ മുഖത്തെറിയാൻ ശ്രമം നടത്തുകയും ചെയ്തു. അപ്പൊ എന്താ ചെയ്തത് നബി? ഉടനെ ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് ഓടിപ്പോയിക്കൊണ്ട് ഇതിൽ നിന്ന് മോചനം വേണം, ഞാൻ പേടിച്ചിട്ടുണ്ട് എന്ന് പറയല്ല. അതല്ല ചെയ്തത്. അതും നമുക്ക് മനസ്സിലാക്കണേ. ഈ ശൈത്താനും ജിന്നൊക്കെ പറയുമ്പോൾ ശിർക്കിലേക്ക് നമ്മൾ പോകുന്നത് അത് തടയാനാ വലിയ കാര്യം. അല്ല, നിങ്ങൾ ചികിത്സിച്ചില്ല ഒരു കുഴപ്പമില്ല. ഞാൻ ആത്മീയ ചികിത്സക്ക് ഇല്ല. മന്ത്രം ഖുർആനോതി മന്ത്രിച്ചാലും ശരി, ഹദീസോതി മന്ത്രിച്ചാലും, അതിലും വലിയ സാധനം ഓതി മന്ത്രിച്ചാലും ശരി, ഞാൻ വിശ്വസിക്കൂല. ആശുപത്രിയിലേ പോവുള്ളൂ. ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഞാനത് ചെയ്യൂല, ഞാൻ ആശുപത്രിയിലേ പോവുള്ളൂ. ഒരു കുഴപ്പം അതുകൊണ്ടില്ല. പക്ഷേ നേരെ മറിച്ച് ശിർക്കിൽ ചെന്ന് വീണാലോ എന്നാലും ഇത് നിഷേധിക്കുന്നത് അപകടമാണ് കേട്ടോ. ഞാൻ ചെയ്യൂല ചങ്ങാതി, ഞാൻ ചെയ്യൂല, ഞാൻ ആശുപത്രിയിൽ പോവുള്ളൂ, ഞാൻ പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ഓതി പോലും ഞാൻ ഊതൂല എന്ന് പറഞ്ഞാല് കുഴപ്പമൊന്നുമില്ല. അവൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അപകടം. അതോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അമിതമായി അതിൽ ഇറങ്ങി തിരിച്ച് ശിർക്കിലെത്തുന്നതും അതും സൂക്ഷിക്കണം. ഞാൻ ആദ്യമേ ആമുഖമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് നമ്മൾ മധ്യത്തിൽ നിൽക്കണമെന്നാണ്, അല്ലെ? നമ്മളൊന്നും പാഴാക്കാനും പാടില്ല, പിടിവിട്ട കളിയും പാടില്ല. സത്യവിശ്വാസികൾ ഖൈറുൽ ഉമൂരി ഔസത്തുഹാ, മധ്യത്തിൽ നിലകൊള്ളണം എന്നാണല്ലോ പറഞ്ഞത്. ഏതായാലും അഗ്നിയുടെ ഉണ്ടയുമായി എന്റെ മുഖത്തെറിയാൻ വന്ന പിശാചിനെ ഞാൻ കണ്ടപ്പോൾ ഫഖുൽതു, ഞാൻ ഉടനെ പറഞ്ഞത് അഊദു ബില്ലാഹി മിൻക സലാസ, 3 തവണ അഊദു ബില്ലാഹി മിൻക, അഊദു ബില്ലാഹി മിൻക, അഊദു ബില്ലാഹി മിൻക എന്നാ പറഞ്ഞത്. അല്ലാഹുവിൽ നിന്ന്, അവന്റെ കുതന്ത്രത്തിൽ നിന്ന് അല്ലാഹുവിൽ അഭയം പ്രാപിച്ചു 3 തവണ അഊദു ചൊല്ലി. എന്നിട്ടോ അൽഅനകല്ലാഹു ബിലഅനത്തില്ലാഹി താമ്മ, ശപിക്കപ്പെട്ടവനെ, അള്ളാഹുവിന്റെ എല്ലാ ശാപവും
അള്ളാഹുവിന്റെ ഭാഗത്തുള്ള എല്ലാ പരിപൂർണമായ ലഅനത്തുകളും നിന്റെ മേലിലുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അവന്റെ മുഖത്ത് നോക്കി. അവനെ പിടിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സുലൈമാൻ നബിയുടെ പ്രാർത്ഥന അപ്പോഴും എനിക്ക് ഓർമ്മ വന്നു. റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ആർക്കും കൊടുക്കാത്ത രാജാധികാരം, ജിന്നു പിശാചുക്കളെ കീഴ്പ്പെടുത്തുന്ന അധികാരം, അത് ആർക്കും കൊടുക്കാത്ത തരത്തിൽ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥനയെയും ഉത്തരത്തെയും ഞാൻ മറികടക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഞാൻ പിടിച്ചില്ല. ആ പ്രാർത്ഥന വന്നിട്ടില്ലായിരുന്നില്ലെങ്കിൽ, അത് ആ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ പ്രഭാത സമയത്ത് ബന്ധനത്തിലായ നിലയിൽ അവനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മദീനയിലെ കുട്ടികൾ അവനെ കൊണ്ട് നേരം വെളുത്താൽ കളിക്കുമായിരുന്നു. ഇതെന്തോ ഒരു ഭീകര സാധനത്തിനെ കിട്ടിയ, ഒരു കൗതുകമുള്ള ജന്തുവിനെ കിട്ടിയതുപോലെ നമ്മുടെ മദീനയിലെ കുട്ടികൾ അവനെ വെച്ച് കളിക്കുമായിരുന്നു. അപ്പൊ മനസ്സിലായാലും വസ്വാസ് ഉണ്ടാക്കുന്ന മനസ്സിലുള്ള സാധനമാണ് കുട്ടികൾക്ക് എങ്ങനെ ഇത് തിരിയാ? അല്ലെ, നിങ്ങളൊന്ന് ആലങ്കാരിക പ്രയോഗമാകുന്നതിന് എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ എങ്ങനെ അലങ്കരിക്കും എന്നുള്ളതെന്ന് പറഞ്ഞത് അതുകൂടെ പറഞ്ഞു കാട്ട്. അതുകൊണ്ട് കുട്ടികൾ പോലും പ്രഭാത സമയത്ത് ഞാൻ അവനെ ബന്ധിച്ചിരുന്നെങ്കിൽ മദീനയിലെ കുഞ്ഞുങ്ങൾ പോലും അവനെ കാണുകയും അവനെ കളിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. സഹീഹ് മുസ്ലിം. അപ്പോ ഈ രീതിയിൽ പല രീതിയിലും വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയ്യൂബ് നബി അലൈഹിസ്സലാം വളരെയധികം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകരാണല്ലോ അയ്യൂബ് നബി അലൈഹിസ്സലാം, അല്ലേ? സൂറത്ത് സ്വാദ് 41-ാമത്തെ ആയത്ത്. നമ്മുടെ ദാസനായ അയ്യൂബിനെ കുറിച്ച് നബിയെ അങ്ങയുടെ സമൂഹത്തിന് വിവരിച്ചു കൊടുക്കൂ. അയ്യൂബ് നബിയുടെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. അല്ലാഹ് പറയാൻ എപ്പോഴത്തെ കഥ? അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്. ഇത് നാദാ റബ്ബഹു, അയ്യൂബ് നബി അലൈഹിസ്സലാം അയ്യൂബ് നബിയുടെ നാഥനോട് പ്രാർത്ഥിച്ച സന്ദർഭം വിവരിച്ചു കൊടുക്കൂ. എന്താ പ്രാർത്ഥിച്ചത്? പടച്ചവനെ, അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്, പടച്ചവനെ പിശാചി എന്നെ സ്പർശിച്ചിരിക്കുന്നു, ധാരാളം അവശതകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ശിക്ഷകളും പിശാച് നിമിത്തമായി എനിക്കെത്തിയിരിക്കുന്നു പടച്ചവനെ എന്ന് പ്രാർത്ഥിച്ച സന്ദർഭം വിവരിച്ചു കൊടുക്കൂ. ഖുർആന്റെ ആയത്ത് നോക്കണം. വദ്കുറു അബ്ദനാ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്. അവശതകളും ക്ഷീണങ്ങളും രോഗങ്ങളും പിശാച് നിമിത്തമായി എനിക്കെത്തിയിരിക്കുന്നു. തഫ്സീറുകളിൽ കാണാം. അപ്പൊ പിശാച് അതിന്റെ ഒരു കാരണക്കാരനാകും, അള്ളാഹുവാണ് വിധിക്കുന്നതെങ്കിലും പിശാച് നിമിത്തമാകും, ഹേതുവാകും, സമ്പ്രദായ മാധ്യമമാകുമെന്ന് തഫ്സീറുകളിൽ കാണാം. അയ്യൂബ് നബി അലൈഹിസ്സലാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം ശാരീരിക രോഗം. ഒരു സൂചി പോലും കുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ശരീരമാസകലം വ്രണം വന്നു. ഒരു സൂചി പോലും കുത്താൻ ഇടമില്ലാത്ത തരത്തിൽ സമ്പാദ്യമെല്ലാം നശിച്ചുപോയി, സന്താനങ്ങൾ മരിച്ചുപോയി. ഇങ്ങനെ രോഗം ബാധിച്ച് ബുദ്ധിമുട്ടിയ സമയത്ത് നാട്ടുകാരും വേണ്ടപ്പെട്ടവരുമെല്ലാം ചാരത്ത് നിന്ന് ഓടിപ്പോയി. ഇത് കണ്ടിട്ട്, ഈ രോഗം കണ്ടിട്ട് ഭാര്യ മാത്രമാണ് അവിടെ പിടിച്ചു നിന്നത് അവരുടെ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട്. എന്നിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സ്വന്തം തന്റെ പ്രിയതമന്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്തില്ല. അതിന് കൂലിക്കാരെ വെച്ചു കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും. അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഈ അവസ്ഥ 18 വർഷത്തോളം നീണ്ടുനിന്നു എന്ന് തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 18 വർഷത്തോളം നിലനിന്നപ്പോ അവസാനമായി പ്രാർത്ഥിക്കുകയാണ് അയ്യൂബ് നബി. വദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്. ഈ ക്ലേശങ്ങൾ ശൈത്താൻ മുഖേന വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കാവുന്നത് അതൊരു നിമിത്തമാകും എന്ന് മാത്രം. ഇനി ശാരീരിക രോഗങ്ങളൊക്കെ എല്ലാത്തിന്റെയും കാരണം ശൈത്താൻ, അങ്ങനെ വെച്ചുകൂടാ കേട്ടോ. ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ യഥാവിധി. കാരണമായി വരുമെന്ന് മാത്രം. ഹദീസിൽ കാണാം, ഇമാം അഹ്മദും അബൂദാവൂദും ഒക്കെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായിയുടെ പുത്രിയായ അമനാ ബിന്ത് ജഹ്ഷ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്ന സൈനബ് ബിന്ത് ജഹ്ഷിന്റെ അനിയത്തി, ഭാര്യയുടെ അനിയത്തി. ഈ സൈനബും അമനാവും ഒക്കെ അബ്ദുൽ മുത്തലിബിന്റെ പൗത്രിമാരാണ്, മകളുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരോട് ബന്ധമുണ്ട്, കുടുംബപരമായി തന്നെ ബന്ധമുണ്ട്. അമ്മായിയുടെ മകളാണല്ലോ സൈനബ്. ആ സൈനബിനെ ഒരു പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചു. ചരിത്രം വളരെ വ്യക്തമാണ്. ഈ സൈനബിന്റെ ഭാര്യയായ സൈനബിന്റെ അനിയത്തി അമനാഹിന് രോഗം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ ആർത്തവം ക്രമം തെറ്റിയും വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുക. അതിന് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുക, പല ബുദ്ധിമുട്ടുകളും. ഈ ആർത്തവം ക്രമം തെറ്റി വരുമ്പോൾ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും. ഇങ്ങനെയായപ്പോ അമനാഹ് പറയാണ്, ഒരു ദിവസം എന്റെ ഇത്താത്തയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന അന്ന് ജിഇതു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തഫ്തീഹി, ഞാൻ ഈ വിഷയത്തെ കുറിച്ചൊന്ന് ആരായാനും ഫത്വ ചോദിക്കാനും വേണ്ടി ഞാൻ ഇത്താന്റെ വീട്ടിൽ നബിയുള്ള സമയത്ത് പോയി. ചെന്നിട്ട് ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ നബിയോട് ചോദിച്ചു, ഇന്നി അസ്തഹാദു ഹൈളതൻ കസീറാ ഫമാ തറാ ഫീഹാ, നബിയേ എനിക്ക് ആർത്തവത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെയുണ്ട്, അതുകൊണ്ട് അങ്ങ് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായപ്പെടുന്നത്? ഫഖദ് മനഅതനിയ സ്വലാത്ത വസ്സിയാം, എന്റെ നമസ്കാരവും നോമ്പൊക്കെ അവതാളത്തിലായിട്ടുണ്ട് ഇതുകൊണ്ട്, അതുകൊണ്ട് അതേക്കുറിച്ച് ഫത്വ കിട്ടണം എന്ന് പറയുകയാണ് അമനാ. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പ്രകൃതിയുടെ പ്രക്രിയയാകുന്നു, അതുകൊണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് സ്വീകരിച്ച് നമസ്കാരം അതിന്റെ ആ പറഞ്ഞ രീതിയിൽ അത് ഡ്രസ്സ് ചെയ്ത് വൃത്തിയാക്കി നമസ്കരിക്കാൻ പറഞ്ഞെടുത്ത് വിട്ടാ മതി. പക്ഷെ അങ്ങനെ വിട്ടില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമനാ എന്ന് പറയുന്ന ഭാര്യയുടെ അനിയത്തിയായ സത്യവിശ്വാസിയായ പെണ്ണിനോട്, അമനായിനോട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹി റക്ളത്തും മിൻ റക്ളാത്തി ശൈത്വാൻ, ജനങ്ങൾക്ക് അന്ധവിശ്വാസം മാറ്റിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടത്? ഇത് അന്ധവിശ്വാസമാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നതൊക്കെ ശൈത്വാനാ, അങ്ങനെ മനസ്സിലാക്കണ്ട. അവിടെ ഉണ്ടായിരുന്ന ആ ശാരീരിക വിമ്മിഷ്ടവും പ്രയാസവും അതോടൊപ്പം മെൻസസിലുണ്ടായ വ്യതിയാനവും പൈശാചിക ഉപദ്രവമായിരുന്നു. പറഞ്ഞു കൊടുത്തു, ഇന്നഹാദിഹി റക്ളത്തും മിൻ റക്ളാത്തി ശൈത്താൻ, ഇത് പിശാചിന്റെ ഒരു തരം അടിയാണ്. സാരല്ലേ, ശരിയായിക്കോളും. അപ്പൊ താൽക്കാലികമായിട്ട് ഇങ്ങനെ അനുസ്കരിച്ചോ, സുഖായി, തനിയെ സുഖായി. അതുകൊണ്ട് ഇനി ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ മന്ത്രവും ചരണ്ടേറ്റ് പോണ്ട, ആരുടെ പോണ്ട, ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയാൽ മതി. വസ്തുത ശാരീരികമായി ഒരു ചില സമയത്ത് ഇങ്ങനെ ഉപദ്രവം ഉണ്ടാകുമെന്നതിന് ഒരു തെളിവായി പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് പിശാച് മനുഷ്യനിൽ കയറി വരും, മനുഷ്യനിൽ ബാധിക്കും. പിശാച് കയറി വരും. ആ കവാടങ്ങൾ വരെ പറഞ്ഞല്ലോ, ഹൃദയത്തിലേക്കുള്ള പിശാചിന്റെ കവാടങ്ങൾ ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. മനുഷ്യനിലേക്ക് പിശാച് കടന്നു വരുന്ന കവാടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലേ? മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇദാ തസാഅബ അഹദുകും ഫല്യുംസിക് ബിയദിഹി അലാ ഫീഹി, കൂട്ടുവായ വരുമ്പോ എന്നിട്ട് കൂട്ടുവായ ഇടല്ല വേണ്ടത്. ഇദാ തസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ തസാഅബ അഹദുകും, നിങ്ങളിൽ ഒരാൾക്ക് കൂട്ടുവായ വന്നാൽ ഫല്യുംസിക് ബിയദിഹി അലാ ഫീഹി, കൈ കൊണ്ട് അവന്റെ വായ അടച്ചു കളയട്ടെ. എന്തിനാ? ഊന്മിനും അല്ലാന്ന് പ്രാണി കേറും, അതുകൊണ്ടാ. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഫഇന്ന ശൈത്താന യദ്ഖുലു, സഹീഹ് മുസ്ലിം. ഊട്ടുവായ വരുന്ന സമയത്ത് വായ അടച്ചു പിടിച്ചോ. കാരണം എന്താണെന്നറിയോ? ഈച്ച വന്ന് കേറുന്നത് കൊണ്ടല്ല. ഫഇന്ന ശൈത്താന യദ്ഖുലു, ഈ ഈച്ചക്കെന്നെ മുസ്ലിയാരെ ശൈത്താൻ എന്ന് പറയുന്നത്. എന്നാ ദുബാബ് എന്നാണ് പറഞ്ഞൂടെ? അറബിയിൽ ദുബാബ് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ ഒന്നും ഐഡിയ എടുക്കാൻ നോക്കണ്ട. ശൈത്താൻ ആ വായിലൂടെ അകത്ത് കയറുന്നതാകുന്നു. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഫത്ഹുൽ ബാരി പറഞ്ഞു, ഇന്നല്ലാഹ തആല ജഅല ലിശൈത്വാനി ഖുവ്വതൻ അല തവസ്സുലി ഇലാ ബനി ആദം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറാനുള്ള കഴിവ് പിശാചിന് കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് ഫത്ഹുൽ ബാരിയിൽ കാണാം. ശരിയാണല്ലോ. അടക്കപ്പെട്ട ദ്വാരങ്ങളിലേക്ക് പിശാച് കയറൂല, അടക്കപ്പെട്ട ദ്വാരങ്ങൾ തുറന്നാ കയറും. അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞത്? അടക്കപ്പെട്ട ദ്വാരം തുറയുന്ന സമയമാണത്. മലമൂത്ര വിസർജനം നടത്തുന്ന നേരത്ത് അടക്കപ്പെട്ട ദ്വാരം തുറയും. അപ്പോഴും നിങ്ങൾ പിശാചിൽ നിന്ന് കാവൽ തേടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ കക്കൂസിലും മൂത്രപ്പെരിയിലൊക്കെ നടച്ച് ജിന്നുകൾ ഇരിക്കുക? അതല്ല, അടക്കപ്പെട്ട ദ്വാരങ്ങൾ തുറക്കുന്ന സമയത്ത് ഒരുപക്ഷെ പിശാച് അകത്ത് കയറിയേക്കാം.
ഇണ ചേരുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾ പിശാചിൽ നിന്ന് കാവൽ തേടണം. അതിന് പല കാരണമുണ്ട്. കൂട്ടത്തിൽ ഒരു കാരണം ഇതാണ്. അതുകൊണ്ട് പിശാച് കേറുന്നതാണ്, മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നതാണ്. പലയിടത്തും പിശാച് അന്തി ഉറങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയാ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദസ്തൈഖല അഹദുകും മിൻ മനാമിഹി, നിങ്ങൾ എല്ലാവരും ഉറക്കിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഫല്യതവല്ല, ഉടനെ നിങ്ങൾ wudu ചെയ്യണം. നിക്കാരത്തിന് ഇനിയും ടൈം ഉണ്ടല്ലോ, സംഗതി മൂത്രയിക്കാണ്ടായപ്പോൾ എണീറ്റ് പോയതാ, വാങ്ക് വിളിക്കാൻ ഇനി 3/4 മണിക്കൂറുണ്ട്, അത് wudu അപ്പം മതി, അത് പാടില്ല, ഉടനെ wudu ഉണ്ടാക്കണം, ഉടനെ wudu ചെയ്യണം. ഫല്യസ്തൻഷിഖ് സലാസ, ആ wuduവോടൊപ്പം നിങ്ങൾ 3 തവണ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. എന്തുകൊണ്ട്? അഷണ്ടകൾ ഉണ്ടാകും, അതുകൊണ്ട് അതുമാണ് കൂട്ടത്തിൽ കാരണം. ഒരു പക്ഷേ പിശാച് നിന്റെ മൂക്കിൽ വന്ന് താമസിച്ചിട്ടുണ്ടാകാം. മൂക്കിലാ ശൈത്താൻ ഇരിക്കുന്നത്. എന്താ മുസ്ലിയാരെ, ഞാൻ എന്താ ചെയ്യാ? ഞാൻ ബുഖാരിയിൽ കണ്ട ഹദീസ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ രാവിലെ വിരിപ്പിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ wudu ചെയ്യണം. ആ wuduയിൽ പ്രത്യേകമായി നിങ്ങൾ പരിഗണിക്കേണ്ടത് മൂക്കിൽ വെള്ളം കേറ്റിയിട്ട് ചീറ്റണം 3 തവണ. എന്തുകൊണ്ട്? നിശ്ചയം പിശാച് കരിമൂക്കിൽ ഒരുപക്ഷെ അവൻ അന്തി ഉറങ്ങിയിട്ടുണ്ടാകാം. അതുകൊണ്ട് വെള്ളം ഒന്നുണ്ട് നന്നായിട്ട് കേറ്റിയിട്ട് വൃത്തിയാക്കിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്ര ഹദീസുകളാണ്. മറ്റൊരു ഹദീസിൽ കാണാ, മാമിൻ അഹ്ലി ബൈത്തിൻ, ഒറ്റ വീടുമില്ല, ഇല്ലാ വഫീ സഖഫി ബൈതിഹിം അൽ ജിന്നു, ഏത് വീട്ടിലാണെങ്കിലും ശരി, ആ വീടിന്റെ തട്ടിൻ മുകളിൽ, തട്ടില്ലാത്ത വീടാണെങ്കിൽ മേൽക്കൂരക്ക് മുകളിൽ ജിന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാമിൻ അഹ്ലി ബൈത്തിൻ, ഒരു വീടുമില്ല, ഇല്ലാ വഫീ സഖഫി ബൈതിഹിം അൽ ജിന്നു, ജിന്നുണ്ടായിട്ടല്ലാതെ ഒരു വീടിൽ, എല്ലാവരുടെ വീടിന്റെ മുകളിലും ജിന്നുണ്ട്. ഇതെന്തിനാ പറഞ്ഞത്? ഒക്കെ പേടിച്ചോളി, നന്നായിട്ട് പേടിച്ചിരുന്നോളി, അല്ലെങ്കിൽ പണിക്കന്മാർക്ക് കാശ് കൊടുത്തോളൂ എന്ന രീതിയിലല്ല. അതിനൊക്കെ പറഞ്ഞു തന്ന റസൂലുള്ള യഥാവിധി അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മിലെ ചില ആളുകൾ ഇതങ്ങോട്ട് കേൾക്കുമ്പോക്കിന് പഠിച്ചോനെ ശൈത്താനും ചിന്നൊക്കെ ഉണ്ട് ഉസ്താദ് പറഞ്ഞ് കേട്ടില്ലേ, അതുകൊണ്ട് ഇനി മുസ്ലിയാക്കന്മാരടുത്തൊന്നും മന്ത്രിച്ചിട്ടൊന്നും ഇതൊന്നും നടപടിയില്ല, കാരണം എൻ്റെ ഈ അസുഖം എന്തോരം നാളായി, എല്ലാ ഉസ്താക്കന്മാരടുത്തും കാശ് കൊടുത്ത് ഞാൻ ഊതിപ്പിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല, അതുകൊണ്ട് അവിടെ പോകണം, പാടില്ല. എല്ലാ വീടിന്റെ മുകളിലും ജിന്നുണ്ട്, ജിന്നിന്റെ സാന്നിധ്യമുണ്ട്. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ഫഇദാ വുളിയൽ ഗദാഉ, പ്രാതൽ ഒരുക്കി വിളമ്പി വെച്ചാൽ, വീട്ടിലെ ഭാര്യ അല്ലെങ്കിൽ ആരെങ്കിലും ഭക്ഷണം വിളമ്പി കൊണ്ടുവന്ന് വെച്ചാൽ, നസലു അവരുണ്ട് ഇറങ്ങി വരും. അവരിറങ്ങി വരും. എങ്ങാനും ബിസ്മി ചൊല്ലി ശാപ്പാട് തുടങ്ങിയാൽ ബകൗ ബുകാഅൻ ശദീദാ, മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ജിന്നുകൾ ശക്തമായ കരയൽ കരയുന്നതാണ്. ഓ നഷ്ടമേ, നമുക്ക് നഷ്ടപ്പെട്ടു, അവർ കരയും. വഇദാലം യദ്കുരില്ല, ഭക്ഷണം വിളമ്പി വെച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹുവിനെ പറഞ്ഞില്ലെങ്കിൽ, ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ, ഫരിഹു ഫറഹൻ ശദീദാ, അവർ വല്ലാതെ സന്തോഷിക്കും. ഫഖാലു, അവർ പറയുകയും ചെയ്യും, തഅശനൽ ലൈല, ഓ ഇന്നത്തെ ദിവസവും രാത്രിയൊക്കെ കുശാലായി എന്നവർ പറയുകയും ചെയ്യും. കണ്ടോ എത്ര ഹദീസുകൾ. സഊദി മതകാര്യ വകുപ്പ് പുറത്തിറക്കിയ പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമുണ്ട്, ജിന്ന് പിശാച് സിഹിറിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥം. സഊദിയിലെ മതകാര്യ വകുപ്പ് ഔഖാഫ് പ്രസിദ്ധീകരിച്ചതാ, ഇന്നും വാങ്ങാൻ കിട്ടും. ഇതെന്തിനാ പറയുന്ന അറിയോ? നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ഇത് അവിടെ ഇല്ലല്ലോ, അത് അവിടെ ഇല്ലല്ലോ. എവിടെ? സൗദി അറേബ്യയിൽ, അവിടെ അല്ലേ ദീന്, അതുകൊണ്ട് ഇത് അവിടെ ഇല്ലല്ലോ, അത് അവിടെ ഇല്ലല്ലോ. അതിനു വേണ്ടി പറയാം, ഇത് ചില മുസ്ലിയാക്കന്മാരുടെ വിടുവായത്തങ്ങളാകുന്നു, അതൊന്നും അവിടെ ഇല്ല എന്ന് പറയാറുണ്ട്. ഇത് അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരിക എന്ന് മാത്രമല്ല, വേറൊന്നതിന്റെ ഇടയിൽ ചോദിച്ചോട്ടെ, അവിടെയുള്ളതൊക്കെ ദീന്, അവിടെ ഇല്ലാത്തൊന്നും ദീന് പെട്ടതല്ല. ഇത് നിങ്ങൾക്ക് എവിടുന്നാ മനസ്സിലായത്? എനിക്ക് മനസ്സിലായിട്ടില്ലത്. അവിടെ ഇന്നുള്ളത് ഇസ്ലാമിക ഖിലാഫത്തല്ല. ഇസ്ലാമിക ഖിലാഫത്താണെങ്കിൽ അവിടെ ഉള്ളത് എന്നും ദീനാകും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീൻ. ഇസ്ലാമിക ഖിലാഫത്താണെങ്കിൽ, പ്രവാചകരുടെ ഖലീഫയാണെങ്കിൽ, അവിടെ കാണുന്നതൊക്കെ ദീനായി നാം അംഗീകരിക്കേണ്ടി വരും. കാരണം പ്രവാചകർ പഠിപ്പിച്ചു, ഞാൻ ഈ കാണിച്ചു തന്നത് കാലങ്ങൾ പുരോഗമിക്കുമ്പോ
ലോകം വികസിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഒട്ടകത്തിന്റെ യുഗത്തിലുള്ളത് മാത്രം മതിയാവൂല. ആ ഒട്ടകം നിലനിന്ന കാലത്ത്, ഒട്ടകം വാഹനമാക്കിയ കാലത്ത് ഞാൻ പറഞ്ഞു വെച്ചത് ബേസായിട്ട് അതേക്കുറിച്ച് ഗവേഷണം നടത്താൻ കഴിവുള്ള എന്റെ പ്രതിനിധികൾ പറയുന്നത് നിങ്ങൾ വകവെക്കണം, അനുസരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക ഖിലാഫത്താണെങ്കിൽ ഇതല്ലല്ലോ, രാജഭരണാണ്. രാജാവ് എന്തു പറഞ്ഞാലും കേൾക്കണം. ഇല്ലേ, ഉടലും തലയും രണ്ടാകും. രാജാവ് എന്ത് പറഞ്ഞാലും കേൾക്കണം. അത് അനിസ്ലാമിക. ഞാനിപ്പോ ഇവിടെ നിന്ന് ഈ പറയുന്നത് പോലെ സൗദി നടക്കൂല. ഔഖാഫിന്റെ ലെറ്റർ വരും വ്യാഴാഴ്ച വൈകുന്നേരം, ഖത്തീബ് ഒന്ന് വായിച്ചു നോക്കും. അത് അങ്ങനെ തത്ത പറയും പോലെ പറയാന്നല്ലാതെ വേറൊന്നും ഖുർആനും ഹദീസും ഓതിയിട്ടാണെങ്കിൽ എന്തായാലും പറയാൻ പറ്റൂല. അമേരിക്കനെ ചീത്ത പറയാനൊന്നും പറ്റൂല. ആ ഔഖാഫ് മതകാര്യ വകുപ്പ് എഴുതി വിടുന്ന കാര്യം അങ്ങനെ തത്ത പറയും പോലെ ഇമാം നല്ല സുഖം അവിടെ ജോലി ചെയ്യാൻ നമുക്ക് കിട്ടുമോ നോക്കല്ലേ. അപ്പൊ ഏതായാലും ഇതങ്ങനെ വായിക്കുക എന്നല്ലാതെ വേറല്ല. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഇസ്ലാമിന്റെ രീതി അതല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വായിത്തൊടാ വിഴുങ്ങിയിട്ടില്ല. സഹാബികൾ പലപ്പോഴും ചോദ്യം ചെയ്തു, പലപ്പോഴും ചോദ്യം ചെയ്തില്ലേ, ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കിയില്ല. എത്രത്തോളം